കോർപ്പറേഷൻ ഓഫീസിൽ സംഘർഷം. കൗൺസിലർമാർക്കും പോലീസുകാർക്കും പരിക്ക്. കോർപ്പറേഷനിൽ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗന്ധന്റെ രാജി ആവശ്യപ്പെട്ട് LDF നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മേയർ വി. രാജേഷിനെ CPM കൗൺസിലർമാർ തടഞ്ഞു. പ്രതിഷേധത്തിനിടയിലും മേയർ ഓഫീസിലേക്ക് പ്രവേശിച്ചു. CPM ബി.ജെ.പി. പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും ആയതോടെ പോലീസ് ഇടപെട്ടു. സംഘർഷത്തിൽ കൗൺസിലർമാർക്കും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും പരിക്കേറ്റു. ജനാധിപത്യപരമായ സമരമാണ് നടന്നതെന്ന് കോർപ്പറേഷനിലെ CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് പറഞ്ഞു. എന്നാൽ ബലം പ്രയോഗിച്ചുള്ള സമരം അംഗീകരിക്കില്ല എന്ന് മേയർ പറഞ്ഞു. അനാവശ്യ പ്രകോപനം CPM കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. രാവിലെ മുതൽ മേയറെ കാണാനെത്തിയ ജനങ്ങളെ തടഞ്ഞു. ബി.ജെ.പി. വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചു. തനിക്ക് കാലിന് പരിക്കേറ്റുവെന്നും മേയർ വി. രാജേഷ് പറഞ്ഞു. ഇതിനിടെ ബലം പ്രയോഗിച്ച മേയറും ഡെപ്യൂട്ടി മേയറും ഓഫീസിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇതിനിടെ CPM വനിതാ കൗൺസിലർക്കും തലയ്ക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. LDF കൗൺസിലർമാർ മുദ്രാവാക്യ വിളികളുമായി മേയറുടെ ഓഫീസിന് പുറത്തും കോർപ്പറേഷൻ ഓഫീസിന് പുറത്തും പ്രതിഷേധിച്ചു. മേയറെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അതിനെ ചെറുക്കാൻ ശ്രമിച്ച ബി.ജെ.പി. വനിതാ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റുവെന്നും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറഞ്ഞു. ആശാനാഥിനും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലസ്ഥാനത്ത് ഹോട്ടലുകളിൽ തീവില. ഊണിന് ഒറ്റയടിക്ക് 10 മുതൽ 25 രൂപ വരെയാണ് വർധനവ്. തലസ്ഥാന നഗരത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷണവില കുത്തനെ ഉയർന്നതോടെ സാധാരണക്കാർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ പല ഹോട്ടലുകളിലും ഊണിന് ഒറ്റയടിക്ക് 10 രൂപ മുതൽ 25 രൂപ വരെ വില വർദ്ധിപ്പിച്ചതായി ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു. ദിവസവും ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഓഫീസ് ജീവനക്കാർ എന്നിവരാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന ഇരകൾ. ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലോ അളവിലോ കാര്യമായ മാറ്റമില്ലാതെയാണ് വില വർധനവ് എന്നാണ് ആരോപണം. വില വർധനവ് സംബന്ധിച്ച് ഫലപ്രദമായ പരിശോധനകളോ ഇടപെടലുകളോ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. നഗരസഭയും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും വിഷയത്തിൽ കണ്ണടയ്ക്കുകയാണെന്ന് ഉപഭോക്താക്കൾ കുറ്റപ്പെടുത്തുന്നു. ഭക്ഷ്യവില നിയന്ത്രിക്കുന്നതിനും ഹോട്ടലുകളിലെ നിരക്കുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി വേണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ പല ഹോട്ടലുകളിലും സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസമാകുന്ന സ്ഥിതിയാണ്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗന്ധനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കവുമായി ബി.ജെ.പി. ഒരു ദിവസത്തെ ഇളവ് തേടി കോടതിയെ സമീപിക്കും. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ബി.ജെ.പി. കൗൺസിലർ സുഗന്ധനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കവുമായി ബി.ജെ.പി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുഗന്ധന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ആലോചന. അതേസമയം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPM ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. പല ദൈവങ്ങളുടെയും പേരിലുള്ള സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയതിന് പിറകെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബി.ജെ.പി. അംഗങ്ങൾ ഇന്നലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഈശ്വരനാമത്തിലാണ് 19 പേർ മേയർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന ഗുരുതര ആരോപണവുമായി അഖിലതന്ത്ര പ്രചാരക് സഭ രംഗത്ത്. മേൽശാന്തിയായി അപേക്ഷിക്കാൻ 3 പൂജയുള്ള ക്ഷേത്രത്തിൽ തുടർച്ചയായി 10 വർഷം മേൽശാന്തിയായിരിക്കണമെന്ന മാനദണ്ഡം നിലനിൽക്കുമ്പോൾ 2 പൂജയുള്ള ക്ഷേത്രത്തിൽ 2 കാലഘട്ടങ്ങളിലായി മേൽശാന്തിയായിരുന്ന വ്യക്തിക്ക് എങ്ങനെ യോഗ്യത നൽകിയെന്ന് സഭ ചോദിക്കുന്നു. ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിടണമെന്നും മാനദണ്ഡങ്ങൾ ലംഘിക്കാൻ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു. ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ദേശീയ ചെയർമാൻ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി അറിയിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രാജേഷ് K, വൈസ് ചെയർമാൻ വിഷ്ണു നമ്പൂതിരി, ട്രഷറർ ബ്രിജേഷ് KS ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. വീടിനുള്ളിൽ പയർച്ചെടി എന്ന വ്യാജേന നട്ടത് കഞ്ചാവ് ചെടി. കോട്ടയം മണർക്കാട് സ്ത്രീകൾ ഉൾപ്പെടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഞ്ചാവ് ചെടി, പയർച്ചെടിയെന്ന് സ്ത്രീകളുടെ മൊഴി. വീടിനുള്ളിൽ നിന്ന് എക്സൈസ് സംഘം കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവാണിത്. അതാണ് കഞ്ചാവല്ലേ? ഈ സാധനം നമ്മൾ തൊട്ടിട്ടില്ല. മണത്തോക്കൊന്നും സംഭവിക്കില്ല. ഇതാണ് അതിന്റെ സ്മെല്ല്. 5 ഗ്രാം കഞ്ചാവാണത്.
ആന്ധ്രാപ്രദേശിൽ നിന്ന് അരിയുമായി ഗിനിയിലേക്ക് പോയ ചരക്കുകപ്പൽ എൻജിൻ തകരാറിനെ തുടർന്ന് കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. ആദ്യമായാണ് ഒരു ചരക്ക് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിക്കുന്നത്. കാക്കിനടയിൽ നിന്നും അരിയുമായി പോയ IOL സഫയർ എന്ന കപ്പലാണ് കൊല്ലം തീരത്ത് അടുപ്പിച്ചത്. തകരാർ പരിഹരിക്കാൻ ഒരാഴ്ച വേണ്ടിവരും. ശ്രീലങ്കക്കാരനായ അഭയ് സിംഗ് ആണ് കപ്പലിന്റെ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ജിസ്മോൻ ജേക്കബിന്റെ നേതൃത്വത്തിലാണ് കപ്പൽ കൊല്ലം തുറമുഖത്ത് എത്തിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി ഛത്രോൺ കി ഗൂഞ്ച് ക്യാമ്പയിൻ ആരംഭിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഈ ക്യാമ്പയിൻ രാജ്യവ്യാപകമായി ആചരിക്കും. ജൂൺ 30 മുതൽ എല്ലാ നഗരങ്ങളിലും ലഘുലേഖ വിതരണം. ഓഗസ്റ്റ് 1 28 നഗരങ്ങളിലും ഘോരവോ, ഓഗസ്റ്റ് 9 ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ദില്ലി ചലോ മാർച്ച് നടത്തും എന്നും അവർ അറിയിച്ചു. കണ്ണൻ ഗോപിനാഥ് IAS മറ്റ് ഭാരവാഹികൾ സംയുക്തമായിട്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതായത് ഈ വർഷം നമുക്കെല്ലാവർക്കും അറിയാം 2026 നീറ്റിന്റെ പരീക്ഷ ലീക്കായി. അത് കഴിഞ്ഞിട്ട് ഏകദേശം 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഒരു പരീക്ഷ വീണ്ടും എഴുതണം എന്നുള്ള ഒരു പ്രഷർ കൊണ്ട് 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റും ഉണ്ടായി. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ T വീണ്ടും ED ഓഫീസിൽ ഹാജരായി. ഈ മാസം 29 ഹാജരാകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ED വിളിപ്പിച്ചു വരുത്തിയതെന്നാണ് വിവരം. ഇത് 2ാം തവണയാണ് ED വീണയെ ചോദ്യം ചെയ്യുന്നത്. SFIO രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ഇസ്ലാമിക പുതുവർഷത്തിന്റെ ഓർമ്മകൾ പുതുക്കി നാളെ മുഹറം ആചരിക്കുന്നു. ത്യാഗത്തിന്റെയും സത്യനിഷ്ഠയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന മുഹറം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിൽ മുന്നേറാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാ മാന്യ വായനക്കാർക്കും ജയകേസരി ന്യൂസിന്റെ മുഹറം ആശംസകൾ.